അവർ രണ്ടുപേരും കൂടി ട്രക്കിങ്ങിനുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് സൈക്കിളുമായി പോകുന്നത് കണ്ട് റായ് അവരുടെ അടുത്തേക്ക് വന്നിട്ട്, ട്രക്കിംഗ് എനിക്കും വളരെ ഇഷ്ടമാണ്, കുറച്ചൊക്കെ എനിക്കും അറിയാം, എന്നെ കൂടി കൊണ്ടുപോകുമോ എന്ന് ഓസ്കയോട് ചോദിക്കുന്നു. എന്തായാലും 3 പേരും കൂടിയാണ് ട്രക്കിങ്ങിന് പോയത്. ഒരു മലമുകളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ദൂരെയുള്ള ലൈറ്റ് ഹൗസ് വരെയാണ് മത്സരം നടത്തുന്നത്. 3 പേരുടെയും കയ്യിൽ റൂട്ട് മാപ്പുണ്ട്. റായും വഴിതെറ്റി എങ്ങോട്ടെങ്കിലും പോകുമോ എന്ന് ജുവണിന് ടെൻഷനുണ്ട്. അതുകൊണ്ട് തങ്ങളുടെ പുറകെ തന്നെ വരണം എന്ന് അവൻ അവളോട് പറയുന്നു. റായും തന്നെയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ജുവണും ഓസ്കയും പിന്നാലെ പോകുന്നു. റായിമിന് വേണ്ടിയുള്ള മത്സരമാണല്ലോ അവർ തമ്മിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടുപേരും ഭയങ്കര വാശിയിലാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ആരും ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറാവുന്നില്ല. കുറച്ച് സമയം കൊണ്ട് തന്നെ അവർ റായിമിനെ ഓവർടേക്ക് ചെയ്ത് പോകുന്നു. ഇടയ്ക്ക് രണ്ടുപേരും പരസ്പരം തള്ളിയിടാനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ചിടിച്ച് പോകുന്നതിനിടയിൽ വഴിയിൽ ഒരിടത്തുണ്ടായിരുന്ന ഒരു സൈൻ ബോർഡിന്റെ ആരോ മറുവശത്തേക്ക് തിരിഞ്ഞു പോകുന്നു. ആ വശത്തേക്കും ഒരു വഴി ഉണ്ടായിരുന്നു. പിന്നാലെ എത്തിയ റായും സൈൻ ബോർഡ് കണ്ട് തെറ്റായ വഴിയിലൂടെയാണ് പോയത്. ഫിനിഷിംഗ് പോയിന്റിനടുത്ത് അവർ വരുന്നതും വെയിറ്റ് ചെയ്തുകൊണ്ട് സെക്രട്ടറി കിമ്മും ഓസ്കയുടെ അസിസ്റ്റന്റും നിൽപ്പുണ്ട്. കിം ഈ സമയം അയോങ്ങിനോടുള്ള തൻ്റെ ഇഷ്ടം ഒരു പേപ്പറിൽ എഴുതി അതൊരു കുപ്പിക്കുള്ളിലാക്കിയിട്ട് കടലിലേക്ക് വലിച്ചെറിയുന്നു. ശരിക്കും തങ്ങളുടെ പ്രണയം സഫലമാകുമെങ്കിൽ ഈ കുപ്പി എന്നെങ്കിലും അവളുടെ കയ്യിൽ എത്തും എന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് അവനിത് ചെയ്തത്. അയോങ്ങിനെ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് അസിസ്റ്റന്റ് ഇതൊക്കെ ഫോണിൽ വീഡിയോ എടുക്കുന്നുമുണ്ട്. ജുവണ്ണും ഓസ്കയും കൂടി മത്സരിച്ച് അങ്ങോട്ടേക്ക് വരുന്നത് കണ്ട് രണ്ടുപേരും വേഗം റിബണൊക്കെ എടുത്ത് പിടിച്ചുകൊണ്ട് റോഡിന് കുറുകെ നിൽക്കുന്നു. ജുവണ്ണാണ് ഇപ്പോൾ മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അവൻ ഫിനിഷിംഗ് പോയിന്റിന്റെ അടുത്ത് എത്താറായ സമയത്താണ് ഇവരെ 3 പേരെയും തമ്മിൽ കണക്ട് ചെയ്യാനായി നൽകിയിരുന്ന വയർലെസ്സിലൂടെ റായിമിന്റെ കരച്ചിൽ അവൻ കേട്ടത്. അതുകൊണ്ട് അവൻ പെട്ടെന്ന് നിന്നിട്ട് തിരിച്ച് അവളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ അവളുടെ ഭാഗത്ത് നിന്ന് മറുപടി ഒന്നും കിട്ടുന്നില്ല. ഈ സമയം കൊണ്ട് ഓസ്ക ഫിനിഷിംഗ് പോയിന്റിൽ എത്തുന്നു. അങ്ങനെ അവൻ ജയിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ജുവന്റെ ശ്രദ്ധ അതിലൊന്നുമല്ല. റായിമിന് എന്തോ അപകടം പറ്റിയിട്ടുണ്ട് എന്ന് അവൻ വിചാരിക്കുന്നു. അതുകൊണ്ട് തിരിച്ച് അവളെ കോണ്ടാക്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. പക്ഷെ അവളുടെ മറുപടി ഒന്നും കിട്ടുന്നില്ല. അവൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് തോറ്റതിന്റെ നാണക്കേട് മറയ്ക്കാനാണ് എന്ന് പറഞ്ഞ് ഓസ്ക അവന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. പക്ഷെ റായിമിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. കുറച്ചു മുമ്പ് അവളുടെ കരച്ചിൽ കേട്ടിരുന്നു എന്ന് ജുവൻ പറയുന്നു. താനൊന്നും കേട്ടില്ല, അവൾക്കൊന്നും പറ്റിക്കാണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓസ്കയും അവന്റെ വയർലെസ്സിലൂടെ അവളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് റായിമിന്റെ കരച്ചിൽ അവനും കേൾക്കുന്നുണ്ട്. അതോടെ ശരിക്കും അവൾക്കെന്തോ അപകടം സംഭവിച്ചു എന്ന് രണ്ടുപേരും ഉറപ്പിക്കുന്നു. ജുവൻ അപ്പോൾ തന്നെ അവളെ അന്വേഷിച്ച് തിരികെ സൈക്കിളിൽ തന്നെ പോകുന്നു. ഓസ്കയോടും മറ്റു വഴിയിലൊക്കെ അന്വേഷിക്കാൻ അവൻ പറയുന്നുണ്ട്. അങ്ങനെ അവർ വന്ന വഴിയിലൂടെയെല്ലാം അവൻ തിരിച്ച് റായിമിന്റെ പേരും വിളിച്ചുകൊണ്ട് അവളെ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എങ്ങും കണ്ടെത്താൻ കഴിയുന്നില്ല. അവളുടെ ഫോണിലേക്കും അവൻ വിളിച്ചു നോക്കുന്നുണ്ട്. പക്ഷെ കോൾ കണക്റ്റ് ആവുന്നില്ല. ഇടയ്ക്ക് വെച്ച് ഓസ്കയെ വിളിച്ചിട്ട് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് അന്വേഷിക്കുന്നു. പക്ഷെ അവർക്കും ഇതുവരെ ന്യൂസ് ഒന്നും കിട്ടിയിട്ടില്ല. ഓസ്ക കാറിലാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. വഴിയിലൊക്കെ കാണുന്നവരോട് നിർത്തിയും മറ്റും അവളെ പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കിം ഈ സമയം തിരച്ചിലിന് വേണ്ടി റെസ്ക്യൂ ടീമിനെയൊക്കെ വിളിച്ചു വരുത്തിയിരുന്നു. അവരും അന്വേഷണം തുടങ്ങുന്നു. ജുവൻ പിന്നെയും കുറെ ദൂരം മുന്നോട്ട് പോയപ്പോഴാണ് വഴിയിലുള്ള സൈൻ ബോർഡ് ദിശ മാറിയിരിക്കുന്നത് കണ്ടത്. അതോടെ റായും ആ വഴി തന്നെ പോയിട്ടുണ്ടാവും എന്ന് മനസ്സിലാവുന്നു. സൈക്കിൾ പോവാത്തതുകൊണ്ട് അവൻ നടന്നാണ് അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. മരങ്ങളൊക്കെ ഇടതൂർന്ന് വളർന്ന് കാടായ ഭാഗമാണ് അവിടെ. പേടിച്ചാണ് ജുവൻ അതിലൂടെ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുറെ മുന്നോട്ട് ചെന്നപ്പോൾ മുന്നിലാരോ നിൽക്കുന്നത് പോലെ അവന് തോന്നുന്നുണ്ട്. പക്ഷെ ആരാണെന്ന് വ്യക്തമാവുന്നില്ല. മൊത്തത്തിൽ അവിടെ ഒരു പേടിപ്പെടുത്തുന്ന അന്തരീക്ഷമാണ്. അതുകൊണ്ട് പേടിയോടെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് മുന്നിൽ കണ്ട രൂപം അവന്റെ തൊട്ടടുത്തെത്തുന്നു. അവൻ പെട്ടെന്നൊന്ന് പേടിച്ച് പുറയിലേക്ക് നീങ്ങുന്നുണ്ട്. പിന്നീടാണ് അത് റായുമാണ് എന്ന് അറിയുന്നത്. അവളെ കണ്ടപ്പോൾ അവന് സമാധാനമാവുന്നുണ്ട്. പക്ഷെ അവൾ, നീ എന്താണ് ഇങ്ങോട്ട് വന്നത്? നീ മത്സരിക്കാൻ താഴേക്ക് പോയില്ലേ എന്ന് ചോദിച്ചുകൊണ്ടാണ് വന്നത്. അത് കേട്ടപ്പോൾ അവന് ശരിക്കും ദേഷ്യം വരുന്നു. നിനക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ അറിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇതിനിറങ്ങി പുറപ്പെട്ടത്? നീ ഉറക്കെ കരയുന്നത് കേട്ടുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞ് അവൻ അവളെ വഴക്ക് പറയാൻ തുടങ്ങുന്നു. ഞാൻ കരഞ്ഞതൊന്നുമില്ല, മാത്രമല്ല ഞാൻ സൈൻ ബോർഡ് നോക്കിയാണ് ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് വഴി തെറ്റിപ്പോയെന്ന് മനസ്സിലാവുന്നത്. ഇവിടെ ആണെങ്കിൽ ഫോണിന് റേഞ്ചും കിട്ടുന്നില്ല, സൈക്കിളും കേടായി. എങ്ങനെ തിരികെ വരണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പോഴാണ് ഇവിടെ കുറച്ചടുത്ത് ഒരു ഹോട്ടലുണ്ട് എന്നുള്ള ബോർഡ് കണ്ടത്. അതുകൊണ്ട് അവിടെ പോയി ആരെങ്കിലും കൊണ്ട് ഫോൺ വിളിപ്പിക്കാമെന്ന് കരുതി ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നുവെന്ന് അവൾ പറയുന്നു. അവൾ കരഞ്ഞില്ല എന്ന് പറഞ്ഞത് അവന് വിശ്വാസം വരുന്നില്ല. മാത്രമല്ല, ഈ കൊടുങ്കാട്ടിൽ ഹോട്ടൽ എവിടെയാണ്? നിനക്കെന്താ ഭ്രാന്താണോ എന്ന് ചോദിച്ചു അവൻ വീണ്ടും അവളെ വഴക്ക് പറയാൻ തുടങ്ങുന്നു. അവൾ മുന്നിൽ കണ്ട സൈൻ ബോർഡ് അവനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ കുറച്ച് അപ്പുറത്ത് ഒരു ഹോട്ടൽ ഉണ്ടെന്ന് ഉള്ളതിൻ്റെ സൂചനയായിരുന്നു അത്. അങ്ങനെ രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് പോകുന്നു. സീക്രട്ട് ഗാർഡൻ എന്നായിരുന്നു ആ ഹോട്ടലിൻ്റെ പേര് ബോർഡിൽ ഉണ്ടായിരുന്നത്. രണ്ടുപേരും കൂടി അവിടെ എത്തിയപ്പോഴേക്കും നേരം വൈകി തുടങ്ങിയിരുന്നു. അവർ ചെല്ലുമ്പോൾ അതിൻ്റെ മുറ്റത്ത് കുറച്ച് കോഴികൾ നിൽപ്പുണ്ട്. അത് മാത്രമല്ല, പല നിറത്തിലുള്ള കുറേ വൈനുകൾ അവിടെ മേശപ്പുറത്ത് ഉണ്ടാക്കി നിരത്തി വെച്ചിരിക്കുന്നതും അവർ കാണുന്നു. ആ സ്ഥലത്തിൻ്റെ ഉടമ എന്ന് തോന്നിക്കുന്ന ഒരു സ്ത്രീ അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട്.
ഞങ്ങൾ ഒരു അപകടത്തിൽപ്പെട്ട് വരികയാണ്, ഇവിടെ നിന്ന് ഒന്ന് ഫോൺ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ജുവൻ ചോദിച്ച് തുടങ്ങിയപ്പോഴേക്കും അവന് മുഴുവൻ പറയാൻ പോലും അവസരം നൽകാതെ അവിടെ ഉള്ള 1-2 ഡിഷസിന്റെ പേര് അവർ പറയുന്നു. അതൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഫോൺ ചെയ്യാൻ അനുവദിച്ചാൽ മതിയെന്ന് അവൻ പിന്നെയും പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കും അവർ കയ്യിലുണ്ടായിരുന്ന വലിയൊരു കത്തി മുന്നിലുണ്ടായിരുന്ന തടിക്കഷ്ണത്തിലേക്ക് ആഞ്ഞ് വെട്ടുന്നു. ഫുഡ് ഓർഡർ ചെയ്തില്ലെങ്കിൽ അവരെ അതേപോലെ വെട്ടും എന്ന രീതിയിലാണ് അവരുടെ നിൽപ്പ്. അതുകൊണ്ട് പേടിച്ച് അവർക്ക് ഫുഡ് ഓർഡർ ചെയ്യേണ്ടി വരുന്നു. അങ്ങനെ അത് റെഡി ആവുന്നിടം വരെ രണ്ടുപേരും കൂടി അകത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അകത്തും പലതരത്തിലുള്ള വൈൻ കുപ്പികളിലാക്കി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. റായും അതൊക്കെ കൗതുകത്തോടെ എടുത്ത് നോക്കുന്നുണ്ട്. ജുവൻ ഈ സമയം അവിടെ ഉണ്ടായിരുന്ന ലാൻഡ് ഫോണിൽ നിന്ന് ടാക്സി വല്ലതും വിളിക്കാൻ പറ്റുമോ എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെയും കോൾ കണക്റ്റ് ആവുന്നില്ല. അവൻ വീണ്ടും അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് പുറത്ത് ഒരു ചെറിയ മാറ്റം നടക്കുന്നുണ്ട്. ആ വീടിന്റെ മൊത്തത്തിലുള്ള അറ്റ്മോസ്ഫിയർ ഒന്ന് ചേഞ്ച് ആയിട്ട്, മുമ്പ് ജുവൻ അവന്റെ വീട്ടിലിരുന്ന് നോക്കിയ ഒരു പെയിന്റിങ്ങിൽ വീടിനുള്ളിൽ ലൈറ്റ് തെളിയുന്നത് കണ്ടിരുന്നല്ലോ. അവർ ഇപ്പോൾ ഇരിക്കുന്ന ആ സ്ഥലം ആ വീടിന്റെ അതേ രൂപത്തിലേക്ക് മാറുന്നു. അവിടെ കണ്ടതുപോലെ തന്നെ ഇവിടെയും ലൈറ്റുകൾ തെളിയുന്നതൊക്കെ കാണിക്കുന്നു. ആ ലേഡി കുറച്ച് സമയം കൊണ്ട് അവർക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി കൊണ്ടുവരുന്നു. സെർവ് ചെയ്യാൻ ചെന്നപ്പോൾ അവർ പ്രധാനമായും വിളമ്പി കൊടുത്തത് ജുവനാണ്. റായും പാത്രം കൊണ്ട് അവരുടെ മുന്നിലേക്ക് ചെല്ലുന്നുണ്ടെങ്കിലും അവൾക്ക് നൽകാതെ അതും കൂടി അവർ ജുവന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ റായും ഒന്ന് ചമ്മുന്നു. ജുവൻ ആണെങ്കിൽ മുമ്പിൽ വിളമ്പി വെച്ചിരിക്കുന്ന ഫുഡൊക്കെ കണ്ട് അന്തം വിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇതിന്റെ ഹൃദയത്തിൽ നിന്ന് തരുന്നതാണ് കഴിക്കാൻ അവർ പറഞ്ഞത്. അതും കൂടി കേട്ടപ്പോൾ ഈ തള്ളയ്ക്ക് ഇത് എന്തിന്റെ സുഖേടാണ് എന്ന രീതിയിൽ അവനൊരു നോട്ടം നോക്കി കുറച്ച് പേടിച്ച് പുറകിലേക്ക് നീങ്ങിയിരിക്കുന്നുണ്ട്. നിനക്ക് ക്യാൻസറോ അങ്ങനെയുള്ള മാരക അസുഖങ്ങളോ ഒന്നുമില്ലല്ലോ എന്ന് അവർ ആ സമയത്ത് ചോദിക്കുന്നു. ഇതെന്താണ് ഇവർ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എന്ന രീതിയിൽ അവൻ നോക്കിയപ്പോൾ, നീ വളരെ ചെറുപ്പമാണ്, നല്ല റിച്ചുമാണ്, അതുകൊണ്ട് അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും വരാൻ സാധ്യതയില്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവർ വിഷയം അവസാനിപ്പിക്കുന്നു. അതിനുശേഷമാണ് അവർ റായിമിനോട് സംസാരിച്ചു തുടങ്ങിയത്. ഈ വൈനെല്ലാം ഉണ്ടാക്കിയത് അവരാണോ എന്ന് റായിം ചോദിച്ചപ്പോൾ, എൻ്റെ ഒരേ ഒരു ഹോബി ഇത് മാത്രമാണ് എന്ന് അവർ പറയുന്നു. എൻ്റെ അച്ഛൻ്റെയും ഹോബി ഇത് തന്നെ ആയിരുന്നു. അച്ഛനും ഇതേപോലെ ഒരുപാട് വൈൻ ഉണ്ടാക്കുമായിരുന്നു. രാത്രി ഡിന്നറിനൊപ്പം ഒരു ഗ്ലാസ് വൈൻ കഴിക്കുന്നത് ഒരു പ്രത്യേക സുഖമാണ്. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അച്ഛൻ എന്നെ അത് ശീലിപ്പിച്ചിരുന്നു എന്നൊക്കെ റായിം അവരോട് പറയുന്നു. അവൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ വൈൻ കഴിക്കുമായിരുന്നു എന്ന് കേട്ടപ്പോൾ ജുവൻ ശരിക്കും ഞെട്ടുന്നുണ്ട്. അവൻ അതിനെക്കുറിച്ച് ചോദിച്ചെങ്കിലും അവൾ അവനെ മൈൻഡ് ചെയ്യാതെ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വൈനുകൾക്ക് എൻ്റെ മകളെ രക്ഷിക്കാൻ കഴിയും എന്ന് അവർ അവളോട് പറയുന്നുണ്ട്. നിങ്ങളുടെ മകൾക്ക് എന്ത് പറ്റി, സുഖമില്ല എന്ന് അവൾ ചോദിച്ചപ്പോൾ, അവൾക്ക് സുഖമില്ലാതെ ആവും എന്നാണ് വിധി പറയുന്നത് എന്ന് അവർ പറയുന്നു. അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് റായിമിന് മനസ്സിലാവുന്നില്ല. എന്തായാലും അവരുടെ സഹായത്തോടെ ഒരു ടാക്സി വിളിച്ച് അവർ തിരികെ ഹോട്ടലിലേക്ക് എത്തുന്നുണ്ട്. അപ്പോഴേക്കും രാത്രി ഒരുപാട് വൈകിയിരുന്നു എന്ന് മാത്രം. അവർ ചെന്നിറങ്ങിയ സമയത്തും ഓസ്ക അവൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. തങ്ങളിവിടെ എത്തി, അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞാണ് ജുവൻ ഫോൺ വെച്ചത്. ഓസ്കയാണോ വിളിച്ചത്, എന്നെക്കുറിച്ച് ഓർത്ത് നന്നായി വിഷമിച്ചു എന്നൊക്കെ റായും അവനോട് ചോദിക്കുന്നു. അങ്ങനെ ആണെങ്കിൽ തന്നെ നിനക്ക് എന്ത് വേണമെന്ന് പറഞ്ഞ് അവൻ തിരിച്ചും പറയുന്നുണ്ട്. ആ ലേഡി അവൾക്ക് 2 കുപ്പി വൈൻ സമ്മാനിച്ചിരുന്നു. അതും അവളുടെ കയ്യിൽ ഇരിപ്പുണ്ട്. നീ എന്തിനാണ് ഇത് വാങ്ങിയത് എന്ന് ചോദിച്ചു ജുവൻ അവളെ കുറ്റപ്പെടുത്തുന്നു. നിനക്ക് വേണ്ടെങ്കിൽ കുടിക്കണ്ട, അവർ മനസ്സോടെ തന്നതല്ലേ, മാത്രമല്ല ഇത് ശരീരത്തിന് നല്ലതാണെന്നും പറഞ്ഞു, അതുകൊണ്ട് ഞാനിത് കുടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് അവൾ പറയുന്നു. തന്നെ അന്വേഷിച്ച് വന്നതിന് അവൾ നന്ദി പറയുന്നുണ്ട്. അതിനുശേഷം 1 കുപ്പി വൈൻ അവന് നീട്ടുന്നു. എനിക്കെങ്ങും വേണ്ട, ഇതെങ്ങനെ ഉണ്ടാക്കിയതാണെന്ന് ആർക്കറിയാം എന്ന് പറഞ്ഞ് അവനത് തട്ടി മാറ്റിയപ്പോൾ, ഇത് നിനക്കല്ല ഓസ്കയ്ക്ക് കൊടുക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞ് റായും വീണ്ടും അത് അവന് നീട്ടുന്നു. നീ എന്തിനാണ് അവന് കൊടുക്കുന്നത്, ഞാനല്ലേ നിന്നെ അന്വേഷിച്ചു തന്നത്, അത് മാത്രമല്ല ഇതെനിക്ക് അവർ തന്നതാണ്, അതുകൊണ്ട് എനിക്ക് വേണമെന്ന് പറഞ്ഞ് അവനത് പിടിച്ച് വാങ്ങിക്കുന്നുണ്ട്. അവൾ അതിൻ്റെ കയ്യിൽ നിന്ന് അത് പിടിച്ച് വാങ്ങിക്കാൻ ശ്രമിച്ചുകൊണ്ട് പോകുന്നതിനിടയിലാണ് അവളെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽപ്പുണ്ടായിരുന്ന ജങ്സുവിൻ്റെ ദേഹത്തെ ഇടിച്ചത്. തിരിഞ്ഞു നോക്കിയപ്പോഴാണ് അവനാണതെന്ന് അവൾ അറിയുന്നത്. ഇത്രയും സമയം എവിടെയായിരുന്നു, നിന്നോട് റൂമിൽ വെയിറ്റ് ചെയ്യാനല്ലായിരുന്നോ ഞാൻ പറഞ്ഞത്, എന്നിട്ട് നീ എവിടെ പോയതായിരുന്നു, ഇവിടെ എൻജോയ് ചെയ്യാൻ വേണ്ടിയാണോ നീ വന്നത് എന്നൊക്കെ ചോദിച്ച് ജങ്സു അവളെ വഴക്ക് പറയാൻ തുടങ്ങുന്നു. റായും അപ്പോൾ തന്നെ സോറി പറയുന്നുണ്ട്. ജങ്സു അവളെ കൊണ്ട് റൂമിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ജുവൻ പുറകിൽ നിന്ന് വിളിക്കുന്നുണ്ട്. എൻ്റെ അറിവിൽ ഇവിടെ ഇപ്പോൾ റൂം ഒന്നും വേക്കൻ്റ് ഇല്ല, പിന്നെ നിങ്ങൾ എവിടെയാണ് താമസിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഒരേ റൂമിൽ തന്നെയാണോ കഴിയാൻ പോകുന്നത് എന്നൊക്കെ അവൻ ചോദിക്കുന്നു. ഞങ്ങളെല്ലാവരും ഒരേ റൂമിൽ കഴിയുന്നത് അത്ര പുതിയ കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞ് ജങ്സു അവളെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. പക്ഷേ ജുവന് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. റൂമിലെത്തിയ ശേഷവും ജങ്സു റായിമിനെ കുറേ വഴക്ക് പറയുന്നുണ്ട്. അവരുടെ ടീമിലെ ബാക്കി അംഗങ്ങളും അവിടെ ഉണ്ട്. ഞാൻ ശരിക്കും തമാശ കളിക്കാൻ വേണ്ടിയല്ല ഇങ്ങോട്ടേക്ക് വന്നത്, ഷൂട്ടിങ്ങിന് വേണ്ടി തന്നെയാണ്, ദയവ് ഇത് ഷൂട്ടിംഗ് കാണാനെങ്കിലും എന്നെ അനുവദിക്കണം എന്നൊക്കെ റായും അവനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ജങ്സു ഇപ്പോഴും അതിന് സമ്മതിക്കുന്നില്ല. അങ്ങനെ റായും ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ബാക്കി ടീം അംഗങ്ങളോട് റൂമിൽ പോയി അവരുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് തൻ്റെ റൂമിലേക്ക് വരാൻ ജങ്സു പറയുന്നു. ആ റൂം റായിമിനെ വിട്ടുകൊടുക്കാനാണ് അവൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ബാക്കിയുള്ളവർ സാധനങ്ങൾ എടുക്കാനായി പുറത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ജുവൻ അവിടേക്ക് എത്തുന്നു. എൻ്റെ ഗസ്റ്റായിട്ടാണ് റായിം ഇവിടെ എത്തിയിരിക്കുന്നത്, അതുകൊണ്ട് അവൾക്ക് റൂം ശരിയാക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ എൻ്റെ റൂം വേക്കൻ്റ് ആക്കി കഴിഞ്ഞു, ഞാൻ ഓസ്കയ്ക്കൊപ്പം നിന്നോളാം എന്ന് പറഞ്ഞ് റായിമിനെ അവൻ്റെ റൂമിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യം അവൾ പോവാൻ തയ്യാറാവുന്നില്ല. ജങ്സുവും അവളെ വിടാൻ ഉദ്ദേശമൊന്നുമില്ല.
അവൾ ഓസ്കയ്ക്കുള്ള വെക്കേഷൻ പ്രൈസ് വിൻ ചെയ്താണ് അവിടെ എത്തിയിരിക്കുന്നതെന്ന് ജങ്സു ഇപ്പോഴാണ് അറിയുന്നത്. ഷൂട്ടിങ്ങിന് വേണ്ടി അല്ല അവൾ എത്തിയിരിക്കുന്നത് എന്ന് അറിഞ്ഞപ്പോൾ അവന് ശരിക്കും ദേഷ്യം വരുന്നുണ്ട്. അതിൻ്റെ ദേഷ്യം കൂടി അവൻ പ്രകടിപ്പിക്കുന്നു. എല്ലാം കൂടി ആയപ്പോൾ റായും അവനോട് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ജൂവണിൻ്റെ ഗസ്റ്റായി അവൻ്റെ റൂമിലേക്ക് പോയിക്കോളാം, ബാക്കിയുള്ളവർ അവരുടെ റൂമിൽ തന്നെ കിടന്നോട്ടെ എന്ന് പറഞ്ഞ് ജൂവണിനൊപ്പം പോകുന്നു. വന്നത് അവൻ്റെ സഹായത്തോടെ ആണെങ്കിലും ഷൂട്ടിങ്ങിൽ പങ്കെടുക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്, അതിനുള്ള പെർമിഷൻ നൽകണമെന്ന് ഒരിക്കൽ കൂടി റിക്വസ്റ്റ് ചെയ്തിട്ടാണ് അവൾ പോയത്. അങ്ങനെ റായും ജൂവണിൻ്റെ മുറിയിലെത്തുന്നു. അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ നിനക്ക് നിന്റെ മാസ്റ്റർക്കൊപ്പം ഒരു റൂമിൽ കഴിയുന്നതിന് ഒരു മടിയുമില്ലേ? ഇതിനു മുമ്പും നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നോ, അതോ നിങ്ങൾ ഇതിനു മുമ്പ് ഡേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അവൻ ചോദിക്കുന്നു. റായിമിനെ അത് കേട്ടപ്പോൾ ശരിക്കും ദേഷ്യം വരുന്നു. ഞാൻ ആരെ ഡേറ്റ് ചെയ്താലും നിനക്ക് എന്താണ് പ്രശ്നം? നിന്നോട് ഞാൻ അതിന് പെർമിഷൻ വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച് അവൾ ദേഷ്യപ്പെടുന്നു. അതിൻ്റെ ആവശ്യമില്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് അവൻ പറഞ്ഞപ്പോൾ നിന്റെ ഉദ്ദേശം എന്താണ്? നീ എന്തിനാണ് എൻ്റെ പുറകെ ഇങ്ങോട്ടേക്ക് വന്നത്? ആദ്യം നീ അതിനെക്കുറിച്ച് പറയാൻ അവൾ പറയുന്നു. അതിൻ്റെ ഉത്തരം നിനക്ക് തന്നെ അറിയാമല്ലോ. എനിക്ക് പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. എൻ്റെ മനസ്സിലുള്ളത് നിന്നോട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഞാൻ മുമ്പ് പറഞ്ഞതിന് ഒരു മാറ്റവുമില്ല. നിന്നെപ്പോലെ ഒരു പെൺകുട്ടിക്ക് വേണ്ടി എൻ്റെ ജീവിതത്തിൽ കിട്ടാനുള്ള സൗഭാഗ്യങ്ങളൊക്കെ നഷ്ടപ്പെടുത്താൻ എനിക്ക് യാതൊരു ഉദ്ദേശവുമില്ല. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് വിവാഹം ചെയ്യാൻ ഒരു പെൺകുട്ടിയും വെറുതെ തമാശ കളിച്ച് നടക്കാൻ ഒരു പെൺകുട്ടിയും ആവുന്നതിൽ തെറ്റില്ല. പക്ഷേ നിന്റെ സ്ഥാനം ഇത് രണ്ടുമല്ല, ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ്. അതുകൊണ്ട് എനിക്ക് നഷ്ടമൊന്നും വരാത്ത രീതിയിൽ നിന്നെ ഒന്ന് ഹഗ് ചെയ്യാൻ സമ്മതിക്കണമെന്ന് അവൻ പറയുന്നു. അതിനായി കൈ നീട്ടുന്നുമുണ്ട്. അങ്ങനെ സമ്മതിച്ചാൽ നിനക്കത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ നിന്റെ ഉദ്ദേശം എന്താണ് എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടാൽ നിനക്ക് ഞാൻ പുതിയൊരു ലൈഫ് നൽകുമെന്ന് അവൻ പറഞ്ഞപ്പോൾ നീ എന്നെ സിൻഡ്രല്ലയാക്കുമോ എന്ന് അവൾ ചോദിക്കുന്നു. നീ ഒരിക്കലും സിൻഡ്രല്ല ആവില്ല. നിനക്ക് മെർമെയ്ഡിന്റെ സ്ഥാനമാണ് ചേരുന്നത്. ആരും അല്ലാത്ത രീതിയിൽ എൻ്റെ ജീവിതത്തിൽ നിൽക്കുക, കുറച്ചു കഴിയുമ്പോൾ ഒരു കുമിളയെ പോലെ അപ്രത്യക്ഷമാവുക, അതാണ് നിന്റെ വിധി എന്നവൻ പറയുന്നു. റായിമിന് ശരിക്കും ദേഷ്യവും വിഷമവും ഒക്കെ സഹിക്കാൻ കഴിയുന്നില്ല. അവൾ അവൻ്റെ കർണത്തിട്ടൊരെണ്ണം പൊട്ടിക്കുന്നുണ്ട്. ജൂവൻ പക്ഷേ പറഞ്ഞതിൽ ഒട്ടും കുറ്റബോധമില്ലാതെ നീ നന്നായി ആലോചിച്ചിട്ട് എന്നോടൊരു മറുപടി പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അവൻ്റെ സാധനങ്ങളൊക്കെ അവിടെ ഒതുക്കി വെച്ചിരുന്നത് എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. റായിമിന് ആ അപമാനം ഒരു തരത്തിലും സഹിക്കാൻ പറ്റുമായിരുന്നില്ല. അവൾ ശരിക്കും കരയാൻ തുടങ്ങുന്നുണ്ട്. പിന്നെ ആ മുറിയിൽ നിൽക്കാനും അവൾക്ക് തോന്നുന്നില്ല. കുറച്ച് സമയം കൂടി അവിടെ ഇരുന്ന് ഓരോന്ന് ചിന്തിച്ചിട്ട് അവൾ പെട്ടിയും സാധനങ്ങളും എടുത്തുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു. ഗാർഡനിൽ ഒരിടത്ത് പോയി വിഷമിച്ചിരിക്കുന്ന സമയത്താണ് സീനിയർ അവളെ അന്വേഷിച്ച് അവിടെ എത്തിയത്. കുറെ സമയമായി അവൻ അവളെ തിരക്കി നടക്കുകയായിരുന്നു. അവൾക്ക് വേണ്ടി ഡയറക്ടറോട് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവളെ ഷൂട്ടിങ്ങിൽ ഉൾപ്പെടുത്താമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. വേഗം പോയി ഡയറക്ടറെ കാണാൻ സീനിയർ പറയുന്നു. റായും സന്തോഷത്തോടെ ഡയറക്ടറെ മീറ്റ് ചെയ്യാനായി പോകുന്നു. അവിടെ ചെന്നപ്പോഴാണ് ഡയറക്ടർ യൂൻസിയോൾ ആണ് എന്ന് അവൾ അറിയുന്നത്. അതോടെ റായും ആകെ പെട്ട അവസ്ഥയിലായി. യൂൻസിയോളിനാണെങ്കിൽ ഇര മുന്നിലേക്ക് വന്ന് കഴുത്ത് നീട്ടി നിൽക്കുന്ന പോലത്തെ അവസ്ഥയാണ്. അതുകൊണ്ട് അവൾ റായുവിനെ ശരിക്കും കൈകാര്യം ചെയ്യുന്നു. നേരത്തെ റായും പറഞ്ഞതിനൊക്കെ പ്രതികാരമായിട്ട് അവളിപ്പോൾ തിരിച്ച് പറയുന്നുണ്ട്. റായുവിന് ഒന്നും മിണ്ടാൻ പറ്റില്ലല്ലോ. എല്ലാം കേട്ട് ക്ഷമയോടെ നിൽക്കുകയാണ്. ഓസ്കയുമായിട്ട് അവൾക്കുള്ള കണക്ഷൻ എന്താണ് എന്ന് യൂൻസിയോൾ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് റിലേഷനൊന്നുമില്ല, അദ്ദേഹം വളരെ നല്ല രീതിയിലാണ് എന്നോട് പെരുമാറുന്നതെന്ന് റായും അറിയിക്കുന്നു. എന്തായാലും അവൾക്ക് ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്ന് പിന്നീട് അറിയിക്കാം. ഇപ്പോൾ എനിക്കൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ് യൂൻസിയോൾ അവിടെ നിന്ന് പോകുന്നു. റായിമിന് കഷ്ടകാലം വണ്ടി വിളിച്ച് വന്നതുപോലെയായിരുന്നു അന്നത്തെ അനുഭവങ്ങൾ മുഴുവൻ. അങ്ങനെ അവൾ ആകെ ഡിപ്രസ് ആവുന്നുണ്ട്. മ്യൂസിക് ആൽബത്തിൽ വർക്ക് ചെയ്യുന്നവരെല്ലാം കൂടിയുള്ള മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിരുന്നു യൂൻസിയോൾ പോയത്. മീറ്റിങ്ങിനെത്തിയ ഓസ്ക അവിടെ എത്തിയ ശേഷമാണ് അവളാണ് മ്യൂസിക് ആൽബം ഡയറക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് അറിയുന്നത്. അതോടെ അവനാകെ വയലന്റ് ആവുന്നു. ഇക്കാര്യം എന്താണ് നേരത്തെ പറയാതിരുന്നതെന്ന് ചോദിച്ച് അവൻ തട്ടിക്കയറുന്നുണ്ട്. മാത്രമല്ല ഈ ഷൂട്ടിങ്ങിന് താൻ വില്ലിംഗ് അല്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് തിരികെ പോവുകയും ചെയ്യുന്നു. റൂമിൽ എത്തിയ ശേഷം അവൻ മാനേജറെ അവിടേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട്. യൂൻസിയോൾ ആണ് ഡയറക്റ്റ് ചെയ്യുന്നത് എന്ന് നേരത്തെ എന്താണ് പറയാതിരുന്നത്? എങ്ങനെയാണ് അവളെ തിരഞ്ഞെടുക്കാൻ സാധിച്ചത് എന്നൊക്കെ ചോദിച്ച് ഓസ്ക ദേഷ്യപ്പെടുന്നു. എനിക്ക് ആഗ്രഹമുണ്ടായിട്ടല്ല ഞാൻ അവളെ തിരഞ്ഞെടുത്തത്, മറ്റാരെയും കിട്ടാനില്ല എന്നൊക്കെ മാനേജർ പറഞ്ഞപ്പോൾ എന്നെ അറിയിക്കാതെ ഇങ്ങനൊരു തീരുമാനമെടുത്തതിനുള്ള പണിഷ്മെൻ്റായിട്ട് ഞാൻ ഈ ആൽബം ചെയ്യുന്നില്ല. എന്തായാലും ഞാൻ കാശിന് വേണ്ടിയിട്ടല്ല ഇതൊന്നും ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് ചെയ്തില്ല എന്ന് കരുതി എനിക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നും വരാനില്ല. ഇതെല്ലാം ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് എന്ന തൻ്റെ തീരുമാനം ഓസ്ക അവരെ അറിയിക്കുന്നു. ഉറക്കം വരുന്നു. അതുകൊണ്ട് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോവാനും പറയുന്നു. മാനേജർക്കും അസിസ്റ്റന്റിനും അതനുസരിക്കുകയല്ലാതെ വേറെ വഴിയില്ല. അങ്ങനെ അവർ പുറത്തേക്ക് പോകുന്നുണ്ട്. ആ സമയത്താണ് ഇന്ന് ഇവിടെയാണ് ഞാൻ കിടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ജൂവൺ അകത്തേക്ക് കയറി വന്നത്. റായിമിനോട് പറഞ്ഞതൊക്കെ ഓർത്ത് അവൻ ആകെ വിഷമിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഓസ്ക യൂൻസിയോളിനെ കുറിച്ച് ചിന്തിച്ച് ആകെ ഭ്രാന്തെടുത്തിരിക്കുകയാണ്. ആ സമയത്താണ് ജൂവന്റെ ബാഗിലിരിക്കുന്ന വൈൻ കുപ്പി ഓസ്കയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അവൻ അത് കുടിക്കാനായി എടുക്കുന്നു. അത് കണ്ടതും ഇത് എനിക്കുള്ളതാണ്, കുടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ജൂവൺ ഓടി ചെന്നത് പിടിച്ചു മേടിക്കുന്നു. കുറച്ചെങ്കിലും തരാൻ പറഞ്ഞിട്ട് അവൻ കൊടുക്കാൻ തയ്യാറാവുന്നില്ല. ജൂവൺ അതുമായി പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നു. പക്ഷെ അതിനു മുമ്പ് യൂൻസിയോളുമായി അവനുള്ള കണക്ഷൻ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഓസ്ക അതിനെക്കുറിച്ച് തുറന്നു പറയാൻ തയ്യാറാവുന്നില്ല. അവൾ എൻ്റെ ഒരു ആൻറ്റി ഫാനാണ് എന്ന് മാത്രം പറയുന്നു.
റായും ഹോട്ടലിൽ താമസിക്കാതെ അടുത്തുള്ള സ്പായിൽ എത്തിയിരുന്നു. അന്നത്തെ ദിവസം നടന്ന സംഭവങ്ങളൊക്കെ അവളെ വല്ലാതെ വിഷമിപ്പിച്ചിരിക്കുകയാണല്ലോ. അതുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് അവൾ ആ വൈൻ കഴിക്കുന്നു. ഇതേ സമയം തന്നെ പുറത്തൊരിടത്ത് പോയിരുന്ന ജൂവണ്ണും ആ വൈൻ കഴിക്കുന്നുണ്ട്. അന്ന് രാത്രി ഭയങ്കര ഇടിയും മഴയും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ജൂവൺ ഉണരുന്നതാണ്. പക്ഷെ ഉണർന്നു കഴിഞ്ഞപ്പോൾ അവന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ശബ്ദം റായിമിൻ്റെതാണെന്ന് മാത്രം. ഓസ്കയ്ക്കൊപ്പമാണല്ലോ ജൂവൺ കിടന്നത്. ഓസ്ക തൻ്റെ അടുത്ത് കിടക്കുന്നത് കാരണം റായും ആകെ എക്സൈറ്റഡ് ആയിരിക്കുകയാണ്. സ്വപ്നം കാണുകയാണ് എന്നാണ് അവൾ വിചാരിച്ചിരിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ പായിൽ ഉറങ്ങുകയായിരുന്ന അവളും ഉണരുന്നുണ്ട്. പക്ഷെ അവിടെ ഉണർന്നത് ജൂവണ്ണാണ്. ഒട്ടും പരിചയമില്ലാത്ത ഒരു അന്തരീക്ഷത്തിൽ തീരെ പരിചയമില്ലാത്ത ആളുകൾ അടുത്ത് കിടക്കുന്നതൊക്കെ കണ്ടപ്പോൾ സ്വപ്നം കാണുകയായിരിക്കും എന്ന് കരുതി അവനും വീണ്ടും കണ്ണടച്ചു കിടക്കുന്നു. റായിമിനെ ഈ സമയം ഇത് വെറും സ്വപ്നമല്ല, ശരിക്കും യാഥാർത്ഥ്യമാണോ എന്നൊക്കെ സംശയം തോന്നി തുടങ്ങുന്നുണ്ട്. ഓസ്ക തിരിഞ്ഞു കിടക്കുക കൂടി ചെയ്തപ്പോൾ സ്വപ്നം കാണുകയല്ല, സത്യം തന്നെയാണെന്ന് മനസ്സിലായി. അവൾ ബെഡിൽ നിന്ന് വേഗം ചാടി ഇറങ്ങുന്നുണ്ട്. ഇറങ്ങുന്ന കൂട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു മേശയിൽ പോയി ഇടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ വേദനിച്ച് അവിടെ തടവുന്ന കൂട്ടത്തിൽ കൈക്കും കാലിനുമൊക്കെ എന്തോ വ്യത്യാസമുള്ളതുപോലെ തോന്നി. അവൾ ശ്രദ്ധിച്ചപ്പോഴാണ് തനിക്ക് ആണുങ്ങളുടെ ശരീരമായിരിക്കുന്നുവെന്ന് അവൾ അറിയുന്നത്. അങ്ങനെ അവൾ ആകെ ഞെട്ടുന്നുണ്ട്. സ്വപ്നമല്ല എന്ന് മനസ്സിലാക്കി ജൂവണ്ണം എഴുന്നേറ്റ് കഴിഞ്ഞിരുന്നു. നിങ്ങളൊക്കെ എങ്ങനെയാണ് ഇവിടെ എത്തിയത്, ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് അവൻ ചാടി എഴുന്നേറ്റത്. നേരം വെളുക്കുന്നതല്ലേ ഉള്ളൂ, കുറച്ച് സമയം കൂടി കിടക്കാൻ. ബഹളം കേട്ട് ഉണർന്ന അടുത്ത് കിടപ്പുണ്ടായിരുന്ന സ്ത്രീ പറയുന്നു. പെണ്ണുങ്ങളോടാണ് എന്ന രീതിയിലാണ് അവർ സംസാരിച്ചത്. അതിനിവിടെ ആരാണ് പെണ്ണ്, ഞാനാണോ എന്ന് ചോദിച്ചുകൊണ്ട് അവൻ നെഞ്ചത്ത് കൈവച്ചപ്പോഴാണ് തനിക്ക് സ്ത്രീകളുടെ ശരീരമായിരിക്കുന്നുവെന്ന് അറിയുന്നത്. ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും ശരീരത്തിന് വന്നിരിക്കുന്ന മാറ്റം കണ്ട് റായിമും ജൂവണും ഉറക്കെ അലറി വിളിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഡ്രാമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റുകളിലൂടെ അറിയിക്കാൻ ശ്രമിക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.